ടിക്കേ എന്ന ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കരുത്, നിർത്താതെ ഓടിക്കോളൂ. ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. ഇവളെ ഒരു തവണ എങ്ങാനും കണ്ടാൽ പിന്നെ 3 ദിവസത്തിനുള്ളിൽ നമ്മളെയും അവളുടെ കൂടെ കൊണ്ടുപോയിരിക്കും. അരയ്ക്ക് കീഴ്പോട്ട് കാലുകളില്ലാത്ത അവൾ പക്ഷെ കാറ്റിന്റെ വേഗതയിൽ ടിക്കേ ടിക്കേ എന്ന ശബ്ദമുണ്ടാക്കി നിലത്ത് കൈകൾ കുത്തി ചാടി ചാടി വന്ന് നമ്മളുടെ അരികിൽ നിൽക്കും. ഒന്നനങ്ങാൻ പോലും ആവാതെ നമ്മൾ അവളെ നോക്കി നിന്ന് പോകും. കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ആ മുഖം നിമിഷങ്ങൾക്കുള്ളിൽ പൈശാചികമായി പരിണമിച്ച് ക്രൂരത നിറഞ്ഞ ചിരിയോടെ കയ്യിലെ വാൾ പോലുള്ള ആയുധമുയർത്തിക്കൊണ്ട് നമ്മളെ അവൾ അരിഞ്ഞു വീഴ്ത്തും. ജാപ്പനീസ് ജനത ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കഥയാണിത്. എന്നാൽ അതിനുമൊക്കെ മേലെ ജപ്പാനിലെ മാതാപിതാക്കളുടെയൊക്കെ ഇഷ്ടപ്രേതവുമാണിവൾ. എന്തുകൊണ്ടാവാം ഈ പിശാചിനോട് അവർക്ക് ഇത്ര സ്നേഹം? അതിനു പിറകിലുമുണ്ട് തക്കതായ കാരണം. ആരാണ് ഈ ടിക്കേ ടിക്കേ? അവൾ എങ്ങനെ കുഞ്ഞുങ്ങളും മുതിർന്നവരും പേടിക്കുന്ന പിശാചായി മാറി? നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യം, പ്രേതങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എന്തുകൊണ്ടാണ്? എന്തായാലും കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറുമ്പ് കാണിക്കുന്ന കുട്ടികളെ പേടിപ്പിക്കാനും ഒന്നും കഴിക്കാതെ കളിച്ചു നടക്കുന്ന കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനുമൊക്കെ നമ്മുടെ നാട്ടിൽ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഒരു തന്ത്രം പ്രയോഗിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കോക്കാന് പിടിച്ചു കൊടുക്കുമെന്നും 5 കണ്ണൻ വരുമെന്നും അതുമല്ലെങ്കിൽ കാട്ടുമാക്കാൻ വരുമെന്നൊക്കെ നിങ്ങളെയും കുഞ്ഞുനാളിൽ അമ്മമാർ ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് ജപ്പാനിലുമുണ്ട് ഇതുപോലെ കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു കോക്കാൻ. അവിടെ പക്ഷെ കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും പേടിപ്പെടുത്തുന്ന ഒന്നാണ് ഈ ടിക്കേ ടിക്കേ എന്ന പ്രേതം. അതിനെക്കുറിച്ച് പുസ്തകങ്ങളും സിനിമകളും ഒക്കെ വന്നിട്ടുമുണ്ട്. ടിക്കേ ടിക്കേ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ പേർ ഇപ്പോഴും ജപ്പാനിലുണ്ട്. ഒരു നാടോടിക്കഥ പോലെ ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നവർ മറുവശത്തുമുണ്ട്. പക്ഷേ കുട്ടികളെ പേടിപ്പിക്കുമെങ്കിലും ജപ്പാനിലെ മാതാപിതാക്കൾക്ക് ടിക്കേ ടിക്കേ ഇഷ്ടമാണ്. അതിനു പിന്നിലൊരു കഥയുണ്ട്. നമുക്ക് നോക്കാം ടിക്കേ ടിക്കേയുടെ കഥ. ജപ്പാനിൽ പണ്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സുന്ദരിയായിരുന്നു ആ കുട്ടി. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു അവൾ. റെയിൽ പാളത്തിലൂടെ നടക്കുന്നതിനിടെ ട്രെയിൻ വരുന്ന കാര്യം അവൾ അറിഞ്ഞില്ല. എന്തിലോ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു അവൾ നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവളെ ആ ട്രെയിൻ ഇടിച്ചു. കുട്ടി സമീപത്തേക്ക് തെറിച്ചു വീണു. ആ ട്രെയിനിടിയുടെ ആഘാതത്തിൽ പെൺകുട്ടിയുടെ അരയ്ക്ക് മുകളിലോട്ട് വേർപെട്ടു പോയി. കുറേ നേരം അവൾ ആ റെയിൽപാളത്തിൽ കിടന്ന് നിലവിളിച്ചു കരഞ്ഞു. ആരും കണ്ടില്ല. ഒടുവിൽ അവൾ മരിച്ചുപോയി. പിന്നീടായിരുന്നു യഥാർത്ഥ പ്രശ്നം. ഒരു ദിവസം ജപ്പാനിലെ ഒരു സ്കൂൾ കുട്ടി കൂട്ടുകാരോടൊപ്പം കളിച്ച് വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സ്കൂൾ ഗേറ്റിനടുത്തേക്ക് നടക്കുന്നതിനിടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം. നോക്കുമ്പോൾ മുകളിലെ നിലയിൽ ജനലിൽ പുറത്തേക്ക് കൈകളിലിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവനെ നോക്കി ചിരിക്കുകയാണ് അവൾ. അവനാകെ അത്ഭുതമായി. മാത്രവുമല്ല ആ സ്കൂൾ ആൺകുട്ടികളുടേതാണ്. പെൺകുട്ടി അവനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്നായിരുന്നു അടുത്ത സംഭവം. അവൾ ജനൽ വഴി പുറത്തേക്ക് ചാടി വീഴുന്നു. നിലത്ത് 2 കൈകളും കുത്തിയാണ് വീണത്. ഞെട്ടലോടെ അവൻ തിരിച്ചറിഞ്ഞു, ആ പെൺകുട്ടിക്ക് അരയ്ക്ക് താഴേക്ക് ഒന്നുമില്ല. കൈകൾ രണ്ടും നിലത്ത് കുത്തി ചാടി ചാടി അവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണവൾ. ടിക്കേ ടിക്കേ എന്ന് ശബ്ദമുണ്ടാക്കിയാണ് അവളുടെ വരവ്. ഓടണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്രതിമ പോലെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ. പെട്ടെന്ന് അവളുടെ കയ്യിൽ അരിവാൾ പോലെ വലിയൊരു ആയുധം വരുന്നു. അത് വീശി ആ കുട്ടിയെയും അവൾ സ്വന്തം രൂപത്തിലേക്ക് മാറ്റി. വൈകാതെ ടിക്കേ ടിക്കയുടെ കഥ ജപ്പാൻ നിറയെ പരന്നു. പലയിടത്തു നിന്നും പേടിപ്പെടുത്തുന്ന പലതരം കഥകൾ വരാനും തുടങ്ങി. എല്ലാറ്റിലും ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. സന്ധ്യയോടെയാണ് ടിക്കേ ടിക്കേ കുട്ടികളെ തേടിയിറങ്ങുക. പിന്നിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ടിക്കേ ടിക്കയെ കണ്ടാൽ മരണം ഉറപ്പാണ്. ഓടി രക്ഷപ്പെട്ടാലും 3 ദിവസത്തിനകം മരിക്കും. ജപ്പാനിൽ കുട്ടികളെ പേടിപ്പിക്കാൻ മാതാപിതാക്കൾ ഈ കഥ പറയാനുമുണ്ട്. കാരണം സ്കൂൾ വിട്ടാൽ അവിടെയും ഇവിടെയും കറങ്ങി നടക്കാതെ സന്ധ്യയ്ക്ക് മുൻപ് കുട്ടികളെല്ലാം വീട്ടിലെത്താൻ മാതാപിതാക്കളുടെ മുന്നിലുള്ള വഴിയായിരുന്നു ഈ ടിക്കേ ടിക്കയുടെ കഥ. മാത്രവുമല്ല അപരിചിതരെ കണ്ടാൽ അവർക്കൊപ്പം പോകാതിരിക്കാനുള്ള ഒരു വഴി കൂടിയായിരുന്നു ഇത്. പിന്നിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ പിള്ളേർ ടിക്കേ ടിക്കയാണെന്ന് കരുതി ജീവനം കൊണ്ട് ഓടുമല്ലോ. അതിനാൽ തന്നെ കേൾക്കുമ്പോൾ പേടി തോന്നുമെങ്കിലും ജപ്പാനിലെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രേതമാണ് ഈ ടിക്കേ ടിക്കേ. പേടിപ്പിച്ചിട്ടാണെങ്കിലും അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ ടിക്കേ ടിക്കേ സഹായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരേ സമയം ജപ്പാനിലെ ജനങ്ങളെ പേടിപ്പെടുത്തിയും മാതാപിതാക്കളുടെ ഇഷ്ടപ്രേതവുമായും അവരുടെ മനസ്സുകളിൽ വാഴുകയാണ് ഈ ടിക്കേ ടിക്കേ. എന്തൊക്കെയായാലും ഈ ഭൂതപ്രേത പിശാചുകളിൽ എനിക്ക് വലിയ വിശ്വാസമില്ല കേട്ടോ. അതൊരു സാങ്കല്പികത മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ജപ്പാൻകാരുടെ ടിക്കേ ടിക്കയെ പോലെ നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ നീലിയും സുമതിയും ഒക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും ഇത്തരത്തിൽ വല്ല കഥകളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.